ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷാർജ സഫാരി മോളിൽ ദേ പുട്ട് ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആക്ടർ ദിലീപും നാദർഷയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഫുൾ ടൈമൊന്നും ഞങ്ങൾ ഇരുന്നിട്ടില്ല, കുറച്ച് ഇരുന്നിട്ട് പിന്നെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നേരത്തെ വന്ന് സീറ്റൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ നേരത്തെ വന്നവർക്കൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ദിലീപ് ഇങ്ങോട്ട് വന്നതും ഈ ലാസ്റ്റ് വന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് എല്ലാവരും കൂടെ ഇടിച്ചങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആർക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നാട്ടിലെ കല്യാണത്തിന് പോയാലുള്ള അവസ്ഥ ക്യാമറാമാൻ്റെ ബാക്ക് കണ്ടിരിക്കണമല്ലോ, ആ ഒരവസ്ഥയായിരുന്നു. പിന്നെ അവസാനം എല്ലാവരും കൂടി പ്രശ്നം ഉണ്ടാക്കി. പിന്നെ അവസാനം സെക്യൂരിറ്റി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളത് ഡോൺ ആസ് ദ കീബോർഡിസ്റ്റ്, ഡെറിക് ആസ് ദ ഗിറ്റാറിസ്റ്റ്, ആൻഡ് വി ഹാവ് ബീൻ ഇലക്ടഡ് ഇൻ ദ പാഡ്സ്, ആൻഡ് മീ മൈസെൽഫ് അക്ബർ ഷാ ആസ് ദ ലീഡ് വോക്കലിസ്റ്റ്. ഞങ്ങളുടെ ബാൻഡിൻ്റെ പേര് സ്കോച്ച് മിസ്റ്റ് ഹാർമോണിയ എന്നാണ്. ഫീൽ ഫ്രീ ടു കോൺടാക്ട് us in our Instagram. അക്ബർ ഷാ, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു നിങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചത്. ഒരു നല്ല കൈയടി കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൈ അടിക്കൊടുക്കണ്ട. ഇഫ് യു റിയലി എൻജോയ്ഡ് ഹിസ് മ്യൂസിക്, ഇഫ് യു റിയലി എൻജോയ്ഡ് ഹിസ് പ്ലേലിസ്റ്റ്, പ്ലീസ് കൊടുക്കുക. ഷാർജ ബ്രാഞ്ചിലെ ഷാർജയിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്നേഹം കൈയുടെ രൂപത്തിൽ ഞങ്ങൾ റിയലി ഹാപ്പി ഫോർ ദേ പുട്ട് ലോഞ്ച്. Give a loud round of energetic applause for They Put. ഞാൻ ചോദിക്കാൻ വരികയാണ്. അപ്പൊ പാട്ടായി, അപ്പൊ ഇനി അടുത്ത് എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കാര്യം കൂടെ പറയട്ടെ. ജനപ്രിയ നായകൻ ദിലീപേട്ടനെ വരവേൽക്കാനുള്ള സൗണ്ട് ഇത്ര മതിയോ? Do you think this is enough? Make some noise, guys. That's absolutely fun. Can I have more? നമുക്ക് ആദ്യം ഒരു സിമ്പിൾ ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. 2 റൂൾസേ ഉള്ളൂ. ഇത് അബ്സല്യൂട്ട്ലി ഒരു ഫൺ ഗെയിമാണ്. മൊബൈലിൽ നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആരും ആൻസേഴ്സ് പറയരുത്, ബിക്കോസ് അതൊരു കറക്റ്റ് ആയിട്ടുള്ള രീതിയല്ല. അതുപോലെ ആൻസേഴ്സ് അറിയുന്ന ആരാണെങ്കിലും ഇവിടെ മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. കൈ പൊക്കുക, നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് വരാം, ആൻസർ പറയാം. നിങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. ആൻഡ് വി നെവർ നോ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്. ഓക്കെ, റെഡി? ചോദ്യം. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടന്റെ 100ാമത്തെ സിനിമ ഏതാണ്? 100th മൂവി ഓഫ് അവർ ജനപ്രിയ നായകൻ. ചേട്ടൻ കൈ പൊങ്ങിയിരിക്കുന്നു. ചേട്ടൻ can you come?
വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സോ നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് ആദ്യം പരിചയപ്പെടാം. എന്താണ് പേരെന്താണ്? കോട്ടയം കാഞ്ഞിരപ്പള്ളി. കോട്ടയം കാഞ്ഞിരപ്പള്ളി. ദിലീപേട്ടന്റെ എത്ര വലിയ ഫാൻ ആണെന്നൊന്ന് കേൾക്കട്ടെ. ദിലീപേട്ടന്റെ എത്ര വലിയ ഫാൻ ആണെന്ന് കേൾക്കട്ടെ. ഒന്ന് ഉറക്കെ പറഞ്ഞു. എന്നാലും എല്ലാ സിനിമയും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? അതിന് സംശയം വേണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയും. ചോദിച്ചോളൂ. ഒരിക്കൽ കൂടി ചോദ്യം. 100 മൂവി ഓഫ് അവർ ജനപ്രിയ നായകൻ. അതായിരുന്നു നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആൻഡ് ദ ആൻസർ ഇസ് ഉറക്കെ പറഞ്ഞേ. കാര്യസ്ഥൻ. ദിലീപേട്ടൻ അതുപോലെ തന്നെ നാദർശിക നമ്മുടെ വേദിയെ ലക്ഷ്യമാക്കി വരികയാണ്. തീർച്ചയായിട്ടും നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മളെല്ലാവരും പറഞ്ഞിരുന്നു ഇത് പോരാ, ഇതല്ല നമ്മുടെ എനർജി. ഷോ ആർ ലവ്, ഷോ ആർ സപ്പോർട്ട്. നമ്മുടെ ജനപ്രിയ നായകനും നാദർശികയും ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാനായി വേദിയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. അല്ലെങ്കിൽ make some noise guys and let's welcome. Put your hands together, all of you. Warm welcome to Safari Mall. പ്രിയപ്പെട്ട നാദർശിക അതുപോലെ തന്നെ ദിലീപേട്ടൻ. ഈ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ എല്ലാവരും എല്ലാവരും സന്തോഷത്തിലാണ്. So make some noise and let's welcome none other than ജനപ്രിയ നായകൻ ദിലീപേട്ടൻ and നാദർശിക. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ ദിലീപേട്ടൻ അതോടൊപ്പം തൊട്ടതെല്ലാം പൊന്നാക്കിയ I request everyone support. Ladies and gentlemen, now show your support. Sharjah, make some noise. You guys put your hands together. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ I request everyone wait ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. So please cooperate with everyone. Please. ദേകുട്ടിന്റെ ഷാർജ ബ്രാഞ്ചിന്റെ ഇനാഗുറേഷൻ സെറമണിയാണ് അല്പസമയത്തിനകം ഇവിടെ നടക്കാൻ പോകുന്നത്. റിബൺ കട്ട് ചെയ്ത് ദിലീപേട്ടനും നാദർശികയും അദ്ദേഹം നമ്മളെല്ലാവരെയും കാണാനും സംസാരിക്കാനും എത്തുന്നതായിരിക്കും. Kindly cooperate with everyone. Kindly cooperate. I request you humbly. ദേകുട്ടിന്റെ മറ്റ് ബ്രാഞ്ചുകൾ നിങ്ങൾക്കൊക്കെ അറിയാം. ഖത്തർ, ജിദ്ദ, കൊച്ചി, ദുബായ്, കൊച്ചി ആൻഡ് ഷാർജ. ദുബായിലെ പോലെ തന്നെ ഷാർജയും അവര് മലയാളത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ജനപ്രിയ സംവിധായകൻ പ്രിയപ്പെട്ട നാദർശിക കൂടെ ദിലീപേട്ടന്റെ ഈ ഒരു സാന്നിധ്യം ഷാർജയുടെ ഈ ഒരു സായാഹ്നത്തിൽ സഫാരി മാളിനെ ഉലകം കൊള്ളിക്കുന്നു. ഈ സ്നേഹം നേരിട്ട് തൊട്ടറിഞ്ഞതില് കണ്ടറിഞ്ഞതില് ഒരുപാട് സന്തോഷം. Thank you so much. Thank you. കുറച്ചു നേരം വൈകി. അത് ഒരുപാട് വർഷക്കാലമായിട്ട് മലയാള സിനിമയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചു. നിങ്ങളുടെ വിലയേറിയ ഈ സമയം ഞങ്ങൾക്ക് തന്നതുകൊണ്ടാണ്. ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് തിരക്കുള്ള നമ്മൾ ആദ്യമായിട്ട് ഗൾഫ് രാജ്യത്തിൽ ഞങ്ങള് ഓണത്തിനിടയ്ക്ക് പൊട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞ് കാസറ്റ് തുടങ്ങിയ ഒരു കൂട്ടുകെട്ടാണ് ഞങ്ങള്, ഞാനും നാദർശയൊക്കെ. അതിനുശേഷം പുട്ടിന്റെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ എന്നുള്ളൊരു ചിന്ത വന്നതും, പുട്ടെന്ന് പറയുമ്പോൾ ആവിയിൽ ഉണ്ടാക്കുന്നതാണ്, കലർപ്പില്ലാത്ത ഭക്ഷണം. അത് ഞങ്ങള് ദുബായിൽ കൊണ്ടുവന്നപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ അത്രയധികം സപ്പോർട്ട് ചെയ്തു. ഇപ്പം ഏകദേശം 8ാമത്തെ വർഷമാണ് നമ്മൾ ഗൾഫിൽ ദുബായിലെ കറാമയിൽ ഞങ്ങൾ ദേപുട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. അവിടെ വരുന്ന പുട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ആയിരിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും, സൗത്ത് ഇന്ത്യൻ എല്ലാ ഭക്ഷണങ്ങളും നമ്മളവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ
എനിക്ക് തോന്നുന്നത് വീട്ടിലധികം ഭക്ഷണം പറ്റണ്ട ഇങ്ങോട്ട് പോരേണ്ടത് ഞങ്ങളുടെ വളർച്ച, നിങ്ങളുടെ കയ്യടിയാണ് ഞങ്ങളുടെ വളർച്ച. ഒരു കലാകാരൻ നിങ്ങൾ ആ 100% ഞങ്ങൾ നിങ്ങളെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഈ 33 വർഷക്കാലം കലാരംഗത്ത് വന്നിട്ട് ഇവിടം വരെ എത്തിയത്. ഏതായാലും ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ദേക്കുട്ടി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ നൽകുന്ന ഈ സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് നാദൃഷിക. നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് തന്നെ ദിലീപേട്ടനും നാദൃഷികയ്ക്കും എല്ലാവിധ ആശംസകളും on behalf of everyone. Let's make some noise. ദിലീപേട്ട, ആളുടെ പേര് നെവിൻ ജോൺ, ഗ്രേഡ് 7th അദ്ദേഹം വരച്ച ഈ കുട്ടി വരച്ച പെൻസിൽ ഡ്രോയിങ് ആണ് തരാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇത്രയൊക്കെ മസിലുണ്ട്. Congratulations, Nevin. We like it. Thank you. Thank you so much. Good job here. Give it up. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അതിനുശേഷം ഇങ്ങോട്ട് വരുന്നതാണ്. പറ്റാവുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതാണ്. തിരക്ക് കൂട്ടരുത്. അങ്ങനെ കൂട്ടി നമുക്ക് ആർക്കും ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ദേക്കുട്ടിന്റെ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കാൻ പോവുകയാണ്. Let's pray and wish all the very best to
ലൈവായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. റിബൺ കട്ടിങ്ങും കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്, റൈറ്റ്? തീർച്ചയായിട്ടും ദിലീപേട്ടൻ വരും, നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം. അതുപോലെ തന്നെ നാദർശിക വരും, നിങ്ങളായിട്ട് സംസാരിക്കണം. അവിടെ ഭയങ്കര ക്രൗഡാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കേൾക്കുന്നുണ്ടാവും പിറകില്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമുക്ക് അവരോടുള്ള സ്നേഹമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നതെന്ന്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേ ആർ ഓൾസോ ഹ്യൂമൻ ബീയിങ്സ്. അവർക്ക് നടന്നു വരാൻ ഒരു ഗ്യാപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അവർക്ക് നമ്മുടെ അടുത്ത് എത്തി സംസാരിക്കാനും ഒരു സെൽഫിക്ക് പോസ് ചെയ്യാനെങ്കിലും പോലും അവർക്കൊരു നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ വിജയം പൂർണ്ണമായിട്ടും കൈവരിക്കാൻ പറ്റും. നിങ്ങൾ സഹകരിക്കണം എന്ന് അതെ, ഞാൻ എല്ലാവരോടും ഫോട്ടോ എടുക്കാൻ വിചാരിച്ചാണ്. എന്നോട് ദേഷ്യം തോന്നരുത്. ഒരാൾ തിരക്കൂട്ടരുത്, തിരക്കൂട്ട് ആ കമ്പി അതൊക്കെ ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇത്രയും നേരം മാത്രമേ നമ്മൾ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.